നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളിയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ സൗരോർജ്ജവേലിയിലെ കാടും പടലവും നീക്കി. വനം വകുപ്പിന്റെയും മലയോര കർഷക സംരക്ഷണ സമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ഓണവിപണിയിൽ സജീവമായി കല്ലൂർ ആലങ്ങാട് സ്വാശ്രയ കർഷക സമിതി. മഴയുണ്ടാക്കിയ ദുരിതത്തിന് വിപണി വിലയിലൂടെ ആശ്വാസം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ വാഴക്കർഷകർ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണ സമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ. ഇതിനായി 1679 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കൺവെൻഷൻ സെന്റർ DPR പ്രകാശനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഓണത്തിന് പൂക്കളങ്ങൾ ഒരുക്കാൻ ചെണ്ടുമല്ലി കൃഷിയുമായി കൊരേച്ചാൽ ശ്രീദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ മറ്റത്തൂർ സ്വദേശി അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. പാലപ്പിള്ളിയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ സൗരോർജ്ജവേലിയിലെ കാടും പടലവും നീക്കി. വനം വകുപ്പിന്റെയും മലയോര കർഷക സംരക്ഷണ സമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. പുലിക്കണ്ണി മുതൽ കോയാലിപ്പാടം വരെയുള്ള ഭാഗങ്ങളിലെ കാടും പടലവും നീക്കം ചെയ്തു. കഴിഞ്ഞ കുറച്ചു ദിവസമായി കാട്ടാനക്കൂട്ടങ്ങളുടെ നിരന്തര സാന്നിധ്യം മേഖലയിലുണ്ട്. പിള്ളത്തോടിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാട്ടാനക്കൂട്ടത്തിന്റെ മുൻപിൽ സ്കൂൾ വാഹനങ്ങൾ പെട്ടിരുന്നു. റബ്ബർ തോട്ടങ്ങളിൽ കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നതോടെ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇതോടെയാണ് സൗരോർജ്ജവേലി അടക്കം സജീവമാക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. അതേസമയം പാലപ്പിള്ളി ചീനിക്കുന്നിൽ പകൽ സമയത്ത് പുലി ഇറങ്ങി പശുവിനെ കൊന്നതും നാട്ടുകാരെ ഭീതിയിലാക്കി. വ്യാഴാഴ്ച വൈകിട്ടാണ് ചീനിക്കുന്ന് റബ്ബർ തോട്ടത്തിൽ പുലി പശുവിനെ കൊന്നത്. ആക്രമിച്ചത് പുലിയാകാമെന്ന് വനപാലകർ പറഞ്ഞു. ഓണവിപണിയിൽ സജീവമായി കല്ലൂർ ആലങ്ങാട് സ്വാശ്രയ കർഷക സമിതി. മഴയുണ്ടാക്കിയ ദുരിതത്തിന് വിപണി വിലയിലൂടെ ആശ്വാസം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് വാഴക്കർഷകർ. മഴയുണ്ടാക്കിയ ദുരിതം കല്ലൂർ മേഖലയിലെ കർഷകർക്ക് വലിയ നഷ്ടമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്രതീക്ഷിതമായ കനത്ത മഴ നേന്ത്രവാഴ കൃഷി വെള്ളത്തിലാക്കി. അവശേഷിച്ച കായകളിലാണ് കർഷകരുടെ പ്രതീക്ഷ. ഓണവിപണി തുടങ്ങിയതോടെ VFPCKയിൽ നിന്നും കർഷകർക്ക് 50 മുതൽ 60 രൂപ വരെയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ തുക കുറവാണെന്നാണ് കർഷകർ പറയുന്നത്. ഇക്കൊല്ലത്തെ ഓണം കൃഷിക്കാർക്കൊക്കെ ഭയങ്കര ദുരിതമായിട്ടുള്ളതാണ്. കായൊക്കെ മഴ പെയ്തിട്ട് വാഴയൊക്കെ വെള്ളം മുങ്ങി ആകെ നാശമായിരിക്കുകയാണ്. പിന്നെ വളരെ ചുരുക്കം കായുള്ളൂ. അതും വില 50 രൂപയ്ക്കാണ് ഇക്കൊല്ലം കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് 65 രൂപ വില ഉണ്ടായിരുന്നതാണ്. കായ വളരെ മോശം കായകളാണ് ഇക്കൊല്ലം. പിന്നെ വിലയും അതുപോലെ തന്നെ താഴെ പോയിരിക്കുന്നത്. അത് കാരണം കൃഷിക്കാരെല്ലാവരും ഭയങ്കര വിഷമത്തിലും സങ്കടത്തിലാണ്. ഈ വർഷം കർഷകന്റെ നട്ടലൊടിയിന് ഇതിന് മെയ് മാസം തൊട്ട് ആരംഭിച്ച മഴ ഇപ്പം 2 ദിവസമായിട്ടാണ് നിന്നിട്ടുള്ളൂ. കൃഷിക്കാരന് ഒരു ഊന്നിന് കൊടുക്കണം 150 രൂപ. കായ തീരെ വിലക്കുറവാണ്. ഈ ഓണം ഇപ്പം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് വില കയറുന്നോട് പ്രതീക്ഷ ഇല്ല. തമിഴ്നാട് ചരക്ക് ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ വിഷയം. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റാണ് ആലങ്ങാട് മാർക്കറ്റ്. ഓണത്തിന് ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിപുലമായ രീതിയിലുള്ള കച്ചവടം നടക്കൂടെ. അപ്പം അതോടൊപ്പം തന്നെ വിലയിൽ ഇപ്പം ഇന്ന് 50 റുപ്യ വില, ചൊവ്വാഴ്ച വരുമ്പോൾ ചിലപ്പോൾ അത് 55-60 വരെ എത്താൻ സാധ്യതയുണ്ട്. മഴ നല്ലൊരു ക്ഷീണമുണ്ട്. പയറില്ല. പയർ ഈ വർഷം കൂടെ ഈ വർഷത്തിട്ടവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല മഴ കാരണം കൊണ്ട്. പിന്നെ പാടമടിയിലുള്ള വാഴകളൊക്കെ ഒരുപാട് നശിച്ചു. കുറേയൊക്കെ വെട്ടാൻ കിട്ടും, കുറേ പോവും. കുറേശ്ശെ കിട്ടുള്ളൂ, വെട്ടാൻ കിട്ടുള്ളൂ. കരപ്പറമ്പിൽ പോലും വാഴ നാശമായിട്ടുണ്ട്. അങ്ങനെയാണ് ഇക്കൊല്ലത്തെ അവസ്ഥ. ശരിക്കും പറഞ്ഞ കർഷകർ ഇക്കൊല്ലം നഷ്ടമാണ് എല്ലാം കൊണ്ടും. മഴയുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് കരകയറാൻ സാധിച്ചിട്ടില്ല. ഓണക്കാലത്തെ കച്ചവടമാണ് കർഷകന്റെ ആകെ ആശ്രയം. മുൻ വർഷം 70 രൂപ വരെ കിട്ടിയിരുന്ന വിലയാണ് 50 രൂപയായി താഴ്ന്നത്.
വാഴത്തൈ, കൂലിച്ചെലവ്, വളമിടൽ, നാട്ടുകെട്ടൽ അടക്കമുള്ളവയ്ക്ക് മുൻപത്തേക്കാൾ ചെലവ് കൂടിയതും അതിനൊത്ത വാഴക്കുലയ്ക്ക് വില ലഭിക്കാത്തതും കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ ഓണം അടുത്തുള്ള ദിവസങ്ങളിൽ വില കൂടുമെന്ന പ്രതീക്ഷയും കർഷകർ പങ്കുവയ്ക്കുന്നു. ഓണത്തിന് പൂക്കളങ്ങൾ ഒരുക്കാൻ ചെണ്ടുമല്ലി കൃഷിയുമായി കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രം. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തരിശു ഭൂമിയിൽ ചെണ്ടുമല്ലി പൂപ്പാടം പൂത്തുലഞ്ഞു നിൽക്കുന്നത് മനോഹര കാഴ്ചയായി. ഓണം എന്ന് കേൾക്കുമ്പോൾ പൂക്കളാണ് ആദ്യം മനസ്സിൽ വരിക. ഓണപ്പൂക്കളങ്ങളിൽ പ്രധാനിയാണ് ചെണ്ടുമല്ലി. കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ കൂട്ടായ്മയിൽ തളിരിട്ട ആശയക്കരുത്തിൽ 2000-ഓളം ചെടികളിലായി സൗരഭ്യം പടർത്തി ആയിരക്കണക്കിന് ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു. ഓറഞ്ച്, മഞ്ഞ നിറങ്ങളിൽ കണ്ണിന് കുളിർമയായി ഇത്തരത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ അപൂർവമാണ്. ഓണത്തിന് പൂക്കളമൊരുക്കാൻ ഇവർക്ക് തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന പൂക്കൾ കാത്തിരിക്കേണ്ടതില്ല. കഴിഞ്ഞ ജൂൺ 19-നാണ് മറ്റത്തൂർ കൃഷിഭവനിൽ നിന്നും എത്തിച്ച 2000-ഓളം തൈകൾ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചത്. കൃഷി ഓഫീസർ ഡോക്ടർ PU ദിവ്യയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സഹായം ഇവർക്ക് പിന്തുണയായി. 2016-2023 കാലഘട്ടത്തിൽ മികച്ച നെൽകർഷകനുള്ള അവാർഡ് നേടിയ ദിവാകരൻ കുറ്റിലിക്കാടന്റെ മേൽനോട്ടത്തിലാണ് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഓണവിപണിയിൽ പൂക്കൾക്ക് വിലയേറുന്ന സമയത്ത് കൊരേച്ചാൽ നിവാസികൾക്ക് മിതമായ നിരക്കിൽ പൂക്കൾ ലഭ്യമാക്കുകയും ക്ഷേത്ര പരിസരം വർണ്ണാഭമാക്കി നിലനിർത്തുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. നമ്മുടെ ഈ പ്രദേശത്ത് ഓണം സമയത്ത് പൂക്കൾക്കൊക്കെ, പ്രത്യേകിച്ച് ചെണ്ടുമല്ലി പൂക്കൾക്കൊക്കെ വലിയ വില കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ആ അവസരത്തിൽ ആ വിപണിയേക്കാളും കുറച്ച് റേറ്റിൽ നമ്മുടെ പ്രദേശത്ത് പരമാവധി ആളുകൾക്ക് റേറ്റ് കുറച്ച് ഈ പൂക്കൾ എത്തിക്കുക, ഓണത്തോടനുബന്ധിച്ച് എല്ലാവർക്കും ആവശ്യക്കാർക്കും എത്തിക്കുക എന്ന ലക്ഷ്യം കൊണ്ടാണ് ഞങ്ങളിത് തുടങ്ങി വെച്ചത്. ക്ഷേത്രം പ്രസിഡന്റ് കൊച്ചുണ്ണി കർത്ത, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനൂജ് വെട്ടിയാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും വിവിധ സംഘടനകളും 2 മാസത്തോളം ചെടികളെ പരിപാലിച്ചു പോന്നത്. ഓരോ ചെടികൾക്കും പ്രത്യേക കരുതലും വളവും നൽകി സംരക്ഷിക്കുമ്പോഴും പലപ്പോഴും പ്രതികൂല കാലാവസ്ഥ ഇവർക്ക് തിരിച്ചടിയായിരുന്നു. എങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് ക്ഷേത്രാങ്കണത്തിൽ വർണ്ണവസന്തം തീർത്ത പൂക്കളുടെ കാഴ്ച ഇപ്പോൾ ഇവരുടെ മനം നിറയ്ക്കുകയാണ്. ഈ വർഷത്തെ കാലാവസ്ഥ നമ്മളെ പ്രതികൂലമായി ബാധിച്ചതുകൊണ്ട് വിളവെടുപ്പ് കാര്യമായിട്ട് നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല. എന്നിരുന്നാലും മോശമില്ലാത്ത രീതിയിൽ കൂടെ തന്നെ ഇപ്പോൾ നട്ടത്തൂർ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു പരിപാടിയായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കിയായിരുന്നു. അപ്പോൾ അതിലൊക്കെ നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു സംഭവം ഈ കിരാത പാർവതി ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലുള്ള ഈ ചെണ്ടുമല്ലി കൃഷിയാണ്. അതിനുവേണ്ടി ഇവിടെ എനിക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ തന്നെ ഈ ഭഗിനി മണ്ഡല് അതുമാതിരി തന്നെ അവരെല്ലാവരും ആശ്രാന്തമായിട്ട് പരിശ്രമിച്ചിട്ടാണ്. കാരണം ഇതിൻ്റെ വളടലും അതുമാതിരി തന്നെ പുല്ലുപറിക്കലും അതുമാതിരി തന്നെ എല്ലാ സംഭവങ്ങളും ചെയ്തു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഗുണം കിട്ടിയില്ല. കാരണം അതെല്ലാവർക്കും അറിയാം, ഈ കാലാവസ്ഥ ഇതേമാതിരി ആയിരുന്നല്ലോ. ഈ മാസം 23-ന് ശനിയാഴ്ച രാവിലെ 10-ന് ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പൂക്കൾ വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇതേ കൃഷിയിടത്തിൽ വെണ്ടകൃഷി ആരംഭിക്കാനും ഇവർ പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാലത്തും ക്ഷേത്ര പരിസരം ഹരിതാഭമായി നിലനിർത്താനും ഇവർ ആഗ്രഹിക്കുന്നു. 2025-ലെ ഓണക്കാലത്തെ വരവേൽക്കാൻ കൊരേച്ചാൽ നിവാസികൾക്ക് പൂക്കൾ തമിഴ്നാട്ടിൽ നിന്നും വരേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന പൂക്കളെല്ലാം തമിഴ്നാട്ടിലെ വിരിയൂ എന്ന ധാരണയെ തിരുത്തിക്കുറിക്കുകയാണ് കൊരേച്ചാൽ ശ്രീ ദുർഗ കിരാത പാർവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി. 2 മാസക്കാലം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ പരിപാലിച്ചു വളർത്തിയ പൂക്കൾ ഈ ശനിയാഴ്ച വിളവെടുപ്പിന് തയ്യാറാകുമ്പോൾ വലിയ സന്തോഷത്തിലാണ് കൊരേച്ചാൽ നിവാസികൾ. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.
കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ശ്രാവണ പൗർണമി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് കൊടിയേറി. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചിങ്ങിനിയാടൻ കൊടിയേറ്റ് നടത്തി. അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പിള്ളി, പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൽ ജോയി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കോളേജ് പ്രവർത്തിക്കുന്ന ഗ്രാമത്തിലെ വീടുകളിൽ സൗജന്യമായി ഓണക്കിറ്റുകളും NSS വിദ്യാർത്ഥികൾ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറികളും എത്തിച്ചു നൽകി. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കായി വീൽചെയർ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ, ആം റെസ്ലിംഗ് മത്സരങ്ങളും സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കൺവെൻഷൻ സെന്റർ DPR പ്രകാശനം നടത്തി. KK രാമചന്ദ്രൻ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. വാറന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TG അശോകൻ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ബിന്ദു ബഷീർ, റോസ്ലി തോമസ്, അഷ്റഫ് ചാലിയത്തൊടി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജോസ് എന്നിവർ പ്രസംഗിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപയും പഞ്ചായത്ത് വിഹിതമായി 2 കോടിയും അനുവദിച്ച് 4 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണ സമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും. ഇതിനായി 1679 കോടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3200 രൂപ വീതം ലഭിക്കുന്നത്. ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചത്. ശനിയാഴ്ച മുതൽ ഇത് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങും. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 48.42 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. കേരള പ്രവാസി സംഘം കൊടകര ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘാടക സമിതി യോഗം നടത്തി. യോഗം CPM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. KK രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം VB മോഹൻ, പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി ജോഷി C മഞ്ഞളി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, KS സുരേഷ്, ആദിത്യ, സംഗീത് രാജൻ എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതി ചെയർമാനായി KK രാമകൃഷ്ണനെയും കൺവീനറായി ജോഷി C മഞ്ഞളിയെയും ട്രഷററായി KS സുരേഷിനെയും തെരഞ്ഞെടുത്തു. കേരള പ്രവാസി സംഘം കൊടകര ഏരിയ സമ്മേളനം പറപ്പൂക്കരയിൽ വെച്ച് സെപ്റ്റംബർ 21 നടക്കുന്നത്. സഹജീവി സ്നേഹത്തിന്റെ പ്രകാശമായി ചെമ്പൂച്ചിറ GHS സ്കൂളിലെ SPC കേഡറ്റുകൾ. വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട സഹപാഠിയുടെ വീട്ടിൽ വെളിച്ചം തിരികെ കൊണ്ടുവന്നാണ് SPC കേഡറ്റുകൾ മാതൃകയായത്. സഹപാഠികളായ 2 സഹോദരങ്ങളുടെ വീട്ടിൽ വൈദ്യുതി ബിൽ അടയ്ക്കാതിരുന്നതിനെ തുടർന്ന് വൈദ്യുതി വിച്ഛേദിക്കപ്പെടുകയും അവരുടെ പഠനം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. സഹപാഠികളുടെ ദുരിതമറിഞ്ഞ കേഡറ്റുകൾ കൈകോർത്തു. ഫ്രണ്ട്സ് അറ്റ് ഹോം പദ്ധതിയുടെ ഭാഗമായി ഓഗസ്റ്റ് 30, 31, സെപ്റ്റംബർ 1 തീയതികളിൽ സ്കൂളിൽ നടക്കാനിരിക്കുന്ന SPC ക്യാമ്പിൽ ആദ്യ ദിവസത്തെ പ്രഭാത ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിച്ച് അതിന് ചിലവാക്കേണ്ട തുക സഹപാഠിയുടെ വൈദ്യുതി ബില്ലടയ്ക്കാൻ വിനിയോഗിച്ചു. ഇതിലൂടെ വീട്ടിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു. നാടിന് കരുതലിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും മാതൃകയായി തീർന്ന കുട്ടികൾ ഏറെ പ്രശംസ നേടി. അധ്യാപകരായ PK അജിത, വിസ്മി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. വരന്തരപ്പള്ളി സെന്റ് ജോൺ ബോസ്കോസ് LP സ്കൂളിൽ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച ലാപ്ടോപ്പുകളുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജിയോ ആലനോലിക്കൽ അധ്യക്ഷനായി. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ, PTA പ്രസിഡന്റ് NK പ്രദീപൻ, പ്രധാന അധ്യാപിക K മീന ആന്റണി, സ്റ്റാഫ് പ്രതിനിധി അമൽ ഷാജി എന്നിവർ സന്നിഹിതരായിരുന്നു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. 3 ലാപ്ടോപ്പുകളാണ് MLAയുടെ സ്പെഷ്യൽ വികസന ഫണ്ടിൽ നിന്ന് ലഭിച്ചത്. യുവതിയെ കയ്യിൽ കയറിപ്പിടിച്ച് മാനഹാനി വരുത്തിയ കേസിലെ തൃക്കൂർ സ്വദേശി അറസ്റ്റിൽ. യുവതിയെ കയ്യിൽ കയറിപ്പിടിച്ച് മാനഹാനി വരുത്തിയ കേസിലെ പ്രതി തൃക്കൂർ സ്വദേശി മതിക്കുന്ന് അറക്കൽ വീട്ടിൽ 34 വയസ്സുള്ള സലേഷിനെയാണ്
പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓഗസ്റ്റ് 21-നായിരുന്നു സംഭവം. റോഡിൽ വെച്ച് പരാതിക്കാരിയെ ലൈംഗിക ചേഷ്ടകളോടെ നോക്കി പിന്തുടർന്നു ചെന്ന് കയ്യിൽ കയറി പിടിക്കുകയായിരുന്നുവെന്നാണ് കേസ്. സലേഷ് മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊലപാതക കേസിലും പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വധശ്രമ കേസിലെ പ്രതിയുമാണ്. ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആദം ഖാൻ, സബ് ഇൻസ്പെക്ടർ എൻ പ്രദീപ്, GSI KA ജെനിൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ മറ്റത്തൂർ സ്വദേശി പിടിയിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലാണ് മറ്റത്തൂർ കൈക്കുളങ്ങര വീട്ടിൽ 39 വയസ്സുള്ള സുഹാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ലൈംഗികമായി ആക്രമിച്ചുവെന്നാണ് കേസ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ കൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് കുമാർ, ഡ്രൈവർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിബീഷ്, ഹോംഗാർഡ് ഷാജി എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചെന്നൈ SRM യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ 1ാം റാങ്കോടെ M.Tech നേടിയ അമ്പനോളി സ്വദേശി ചെറ്റക്കൽ ആന്റണി സെബാസ്റ്റ്യനെ കോപ്ലിപ്പാടം റെഡ് ആർമി ചാരിറ്റബിൾ സൊസൈറ്റിയും CPM കോപ്ലിപ്പാടം ബ്രാഞ്ച് കമ്മിറ്റിയും ചേർന്ന് അനുമോദിച്ചു. KK രാമചന്ദ്രൻ MLA ഉപഹാരം സമ്മാനിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK രാജൻ, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ, BD സിനോജ്, PS ശ്രീജിത, CS യഹിയ എന്നിവർ സന്നിഹിതരായി. വൈദ്യുത അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഉചിതമായ തുടർ നടപടികൾക്കുമായി പുതുക്കാട് മണ്ഡലം വൈദ്യുതി സുരക്ഷാ ജാഗ്രതാ സമിതി രൂപീകരണ യോഗം ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, KSCB ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ വകുപ്പ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ശാസ്ത്രമേള ശനിയാഴ്ച നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിന്റെ ആതിഥേയത്വത്തിൽ നടക്കും. 53 ഇനങ്ങളിലായി 28 വിദ്യാലയങ്ങളിൽ നിന്നും 700-ൽ പരം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 9 മണിക്ക് തൃശൂർ CMET സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ SN പോറ്റി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പ്രോഗ്രാം കൺവീനറും സ്കൂൾ പ്രിൻസിപ്പലുമായ KR വിജയലക്ഷ്മി അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയെന്ന കാലാവസ്ഥാ പ്രവചനം. ഓഗസ്റ്റ് 25ഓടെ വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ, പശ്ചിമബംഗാൾ തീരത്തിന് സമീപം പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്നും പ്രവചനമുണ്ട്. ഓഗസ്റ്റ് 26-ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇനി കാണാം ഇൻഫോടോക്ക്. ഒരുപാട് പേർ ബാങ്കിൽ പോയി സമയം കളയുന്നതിന് പകരം പേഴ്സണൽ ലോൺ ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് സുരക്ഷിതമാണോ? റിപ്പോർട്ട് കാണാം. നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ, സ്വകാര്യത, സുരക്ഷ എന്നിവയാണ് ഇവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വ്യക്തിഗത വിവരങ്ങൾ ഇങ്ങനെ ചോർന്നു പോകാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഇന്ന് കാണുന്ന പല സാമ്പത്തിക തട്ടിപ്പുകളും തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ പേഴ്സണൽ ലോണിന് അപേക്ഷിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയാണ്. ആപ്ലിക്കേഷന്റെ സ്വകാര്യതാ നയം സംബന്ധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് തന്നെ പോകേണ്ടതുള്ളൂ. RBIക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത ബാങ്ക് ആണോ, NBFC ആണോ എന്നെല്ലാം പരിശോധിക്കണം. കോൺടാക്ട് ലിസ്റ്റുകൾ, ഫോട്ടോകൾ, മറ്റ് വ്യക്തിഗത വിവരങ്ങൾ അല്ലെങ്കിൽ ലൊക്കേഷൻ ട്രാക്കിംഗ് എന്നിവയുടെ ആക്സസിന് ഡിനൈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇവയൊന്നും നിയമാനുസൃതമായ പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷന് അപ്രൂവലിനുള്ള നിർബന്ധമുള്ളതല്ല എന്നും മനസ്സിലാക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനത്തിന്റെ കസ്റ്റമർ റിവ്യൂ പരിശോധിക്കാം. കസ്റ്റമർ സർവീസ് ടീമിന്റെ പെർഫോമൻസും നോക്കുക. പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ, വെബ്സൈറ്റിലൊക്കെ ഇത് പരിശോധിക്കാവുന്നതാണ്. ഏത് പേജിൽ റീഡയറക്ട് ചെയ്യുന്നതിന് മുൻപ് എഗ്രി നൽകുന്നതിന് മുൻപും ശ്രദ്ധിക്കുക. ഔദ്യോഗിക വായ്പാ ദാതാക്കൾ ഫോണിലൂടെയോ ഇമെയിലൂടെയോ പാസ്വേഡുകൾ, ഇമെയിൽ കോഡുകൾ, OTPകൾ, CVVകൾ, പിൻ എന്നിവ ആവശ്യപ്പെടില്ല. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ചെറിയ ഒരു തെറ്റുപോലും നിങ്ങളെ തട്ടിപ്പിന് ഇരയാക്കിയേക്കാം. കാലാവസ്ഥ. കൂടിയ ചൂട് 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി തിരുവനന്തപുരം, ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക്
1 വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് ഇന്റേൺഷിപ്പോടുകൂടിയ റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ 7994926081. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9215 രൂപ, പവന് 73720 രൂപ. പറപ്പൂക്കര രാപ്പാൾ കരവട്ട് ജനാർദ്ദനൻ ഭാര്യ അമ്മിണി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സനോജ്, സനിത എന്നിവർ മക്കളും മാലിനി, അനിലൻ എന്നിവർ മരുമക്കളുമാണ്. വെണ്ടൂർ മഞ്ഞളി ഡേവിസ് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. ലീനയാണ് ഭാര്യ. അന്ന, അൽന, അഗ്ന എന്നിവർ മക്കളും ഗ്ലാഡ്സൺ, അരുൺ, അമൽ റോയ് എന്നിവർ മരുമക്കളുമാണ്. അളഗപ്പ നഗർ ചിറയത്ത് ചെമ്പൻ വർഗീസ് ഭാര്യ റോസിലെ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലിസൺ, മനോജ്, നിഷ എന്നിവർ മക്കളും ലിൻസി, സ്റ്റെറി, ജെയിംസ് എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര രാപ്പാൾ കോഴിപ്പാടൻ ജോസ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9-ന് പറപ്പൂക്കര സെന്റ് ജോൺസ് ഫൊറോന പള്ളിയിൽ. റോസിയാണ് ഭാര്യ. ഡേസി, ജോയ്സി, ജാൻസി എന്നിവർ മക്കളും ആന്റോ, ജോസ്, ഷാജു എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ 2-ാം കല്ല് ഇടത്തൂട്ട് വീട്ടിൽ ശങ്കരൻകുട്ടി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കമണിയാണ് ഭാര്യ. രേഷ്മ മകളും ശ്രീജേഷ് മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളിയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ സൗരോർജ്ജവേലിയിലെ കാടും പടലവും നീക്കി. വനം വകുപ്പിന്റെയും മലയോര കർഷക സംരക്ഷണ സമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. ഓണവിപണിയിൽ സജീവമായി കല്ലൂർ ആലങ്ങാട് സ്വാശ്രയ കർഷക സമിതി. മഴയുണ്ടാക്കിയ ദുരിതത്തിന് വിപണി വിലയിലൂടെ ആശ്വാസം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ വാഴക്കർഷകർ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണ സമ്മാനമായി 2 ഗഡു ക്ഷേമ പെൻഷൻ. ഇതിനായി 1679 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കൺവെൻഷൻ സെന്റർ DPR പ്രകാശനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഓണത്തിന് പൂക്കളങ്ങൾ ഒരുക്കാൻ ചെണ്ടുമല്ലി കൃഷിയുമായി കൊരേച്ചാൽ ശ്രീദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ മറ്റത്തൂർ സ്വദേശി അറസ്റ്റിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.